ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത് ഞാനപ്പോൾ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒന്ന് വരച്ച് കാണിച്ചാൽ ചുമ്മാ ഒരു രസത്തിൽ നമുക്ക് വൈറ്റ് ബോർഡ് ഒക്കെ എടുക്കാം. ഇത് ഞാൻ വേറെ എന്തോ ഒരു സാധനം വരച്ചതാ, അത് വിട്ടേക്ക്. മോസ്റ്റ് ഓഫ് ദ കേസിൽ നമുക്കൊരു ഇതെന്ന് പറയുന്നത് ഞാൻ എഴുതിയ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തോ. സി പ്രോഗ്രാം അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണ്, നമുക്ക് സി പ്രോഗ്രാം ആക്കാം. ഞാൻ എഴുതിയ സി പ്രോഗ്രാം. ഓക്കെ, ലൈക്ക് സി ഞാൻ പറഞ്ഞത് ഞാൻ സിയുടെ കാര്യം എനിക്ക് കുറച്ചുകൂടെ അറിയാം, ഞാൻ ഇപ്പൊ പഠിക്കുന്നുണ്ടോ. സോ ലൈക്ക് സി പ്രോഗ്രാമിനകത്ത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സി പ്രോഗ്രാം കാണും. ഇതൊരു സി പ്രോഗ്രാമാണ് ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സി പ്രോഗ്രാമാണ്. ഇതിനെ ഈ എക്സിക്യൂഷനിലോട്ട് എത്തിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ കോഡ് ഒന്നും മനസ്സിലാവണ്ട, ജസ്റ്റ് എക്സിക്യൂഷൻ മാത്രം നോക്കിക്കോ. ഇതിനകത്ത് ഞാൻ ഈ കോഡ് റൺ ചെയ്യണമെങ്കിൽ ആദ്യം GCC കൊടുക്കും, പിന്നെ പ്രോഗ്രാം നെയിം കൊടുക്കും. ഓക്കെ, GCC രജിസ്റ്റർ എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രോഗ്രാം. ഇത്രയും കൊടുക്കും, അത് ഒരു സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ GCC പ്രോഗ്രാം നെയിം കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ ./a.out കൊടുക്കുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. ഇനി ഞാൻ ആ സാധനം ഇവിടെ വരച്ച് കാണിച്ചുതരാം. ഞാൻ എഴുതിയ സി പ്രോഗ്രാം ഞാനപ്പോൾ ആദ്യം ചെയ്തത് GCC കൊടുത്ത്. ഐ മീൻ GCC എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പൈലറാണ്. കമ്പൈലർ ആ ഒരു ടേം നോട്ട് ചെയ്ത് വെച്ചോ, കമ്പൈലർ ഇന്റർപ്രിറ്റർ ആ ഒരു സാധനം. സോ GCC എന്ന് പറയുന്ന ഒരു കമ്പൈലറാണ്. ഇതെന്താ ശബ്ദം ഉണ്ടാക്കുന്നത്? വാട്സാപ്പ്. ഓക്കെ, സോ GCC എന്ന് പറഞ്ഞ ഒരു കമ്പൈലർ. ഞാനപ്പോ ജസ്റ്റ് GCC പ്രോഗ്രാം നെയിം കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ നമുക്കിത് കോപ്പി ചെയ്തിട്ടോ. ഓക്കെ, യെസ്, ഞാൻ എഴുതിയ കോഡിനെ ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബൈറ്റ് കോഡ് ഇതാണ് GCC ചെയ്യുന്നത്. ഓക്കെ, GCC ഓക്കെ, ഇതാണ് GCC ചെയ്യുന്നത്. GCC എന്ന് പറയുന്ന ഒരു കമ്പൈലർ ആണ്. ഇത് ഞാൻ എഴുതിയ പ്രോഗ്രാം നമ്മുടെ കേസിൽ digistras.c സി പ്രോഗ്രാം ആയതുകൊണ്ടാണ് സി എന്ന് പറഞ്ഞ് എക്സ്റ്റൻഷൻ വന്നത്. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് JS-ന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ലൈക്ക് ഇതിനകത്ത് GCC എന്ന് പറയുന്ന ബൈറ്റ് കോഡ് ആക്കും. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട പോലെ ഞാൻ കൊടുത്തത് ./a.out ആണ്. അപ്പോഴാണ് ആ സാധനം റൺ ആയത്. മെഷീൻ കോഡ്. ഓക്കെ, a.out ലൈക്ക് ഞാൻ ഇങ്ങനെ എന്തോ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് ആ ഒരു സാധനം റൺ ആയത്. ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ എഴുതിയ സി പ്രോഗ്രാം GCC എന്ന് പറയുന്ന കമ്പൈലർ ഇന്റർമീഡിയറ്ററി ഒരു കോഡായിട്ട് മാറ്റി. ഞാനപ്പോ ഈ a.out എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്ററി കോഡാണ്. എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ പ്രോഗ്രാമും അല്ല, എന്നാലൊട്ട് മെഷീൻ കോഡും അല്ല. നമുക്കത് തുറന്നു നോക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അത് കണ്ടാൽ ഏകദേശം ഓപ്പൺ ആയോ? ഓക്കെ, ദാണ്ട ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ അല്ല ശരിക്കും ഇരിക്കുന്നത്, വേറെ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് റെൻഡർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതെന്ന് പറയുന്ന കുറെ അധികം ക്യാരക്ടറാണ്. ഈ സെയിം സാധനമാണ് ഞാൻ എഴുതിയ ഈ കോഡിനെയാണ് കമ്പൈലർ ഏത് കോലത്തിലാക്കിയത്? ഈ കോലത്തിലാക്കിയത്. ഇനി ഞാൻ a.out റൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു സാധനം മെഷീൻ ലാംഗ്വേജിലായിട്ട് എക്സിക്യൂട്ട് ആവുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് കമ്പൈലറിന്റെ വർക്കിംഗ്. ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ബന്ധവും ഇല്ല. ഞാൻ ജസ്റ്റ് ഇന്റർപ്രിറ്റർ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ ഇന്റർപ്രിറ്ററും ട്വിൻസ് പോലെ, ലൈക്ക് അവര് ഒരാൾ അറിയണമെങ്കിൽ മറ്റേ ആൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പറയുന്നത് ഒട്ടും ലോജിക്കലി കറക്റ്റ് അല്ല. അപ്പൊ കമ്പൈലർ എന്താണെന്ന് മനസ്സിലായോ? കമ്പൈലർ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയ പ്രോഗ്രാമിനെ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഗ്രാം ആക്കും. അതാണ് കമ്പൈലറിന്റെ വർക്കിംഗ്. പിന്നെ അതിനെ നമ്മൾ a.out അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടായിരിക്കും മെഷീൻ ലാംഗ്വേജിൽ ആക്കുന്നത്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്ററി കോഡ് അഥവാ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല. ഞാനിപ്പോ ഉബണ്ടുവിൽ ഉണ്ടാക്കിയ ബൈറ്റ് കോഡ് വേണേൽ ഇർഷാദിന്റെ വിൻഡോസ് ലാപ്ടോപ്പിൽ വർക്കാവും, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും മാക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലും വർക്കാവും. ഇതാണ് കമ്പൈലറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നമുക്ക് വേറൊരു വഴി കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. സോറി, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് JIT കമ്പൈൽഡ് ആണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ ടൈം എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. MDN-നകത്ത് നോക്കിയാൽ ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കാണാൻ കണ്ട ജസ്റ്റ് ഇൻ ടൈം കമ്പൈൽഡ്, ലൈറ്റ് വെയിറ്റ് ഇന്റർപ്രറ്റഡ് ഓർ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് മെഷീനിന് മനസ്സിലാവുന്ന ഭാഷയിൽ ആക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഒരു സാധനം കമ്പൈൽ ആവത്തില്ല. ഞാൻ ലൈക്ക് ഈ ഒരു സാധനം ഇത് നമ്മളിപ്പോ വെറുതെ എഴുതിയ ഈ ഒരു കോഡാണ്. ഇതല്ല, ഇത് ക്ലോസ് ചെയ്തോ. ഈ ഒരു കോഡ് കേട്ടോ, ഈ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സാധനം ഇതാണ് ഈ കിടക്കുന്നത്. ഈ സാധനം എപ്പോഴും എക്സിക്യൂട്ട് ആവുന്നത് ബ്രൗസർ ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റൺ ആവുന്നുണ്ട്. കണ്ടോ? ഐ മീൻ ലൈക്ക് അതപ്പോ ഒരേ സമയത്ത്
മെഷീൻ റീഡബിളും ആക്കുന്നുണ്ട്, പാരലി അതിന്റെ എക്സിക്യൂഷനും നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അതിന് അപ്പോഴാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും റൺ ടൈം എററോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ വെബ്സൈറ്റ് മര്യാദയ്ക്ക് റെൻഡർ ആവത്തില്ല. അതെച്ചാ ആ കീവേഡിന്റെ കാര്യം മനസ്സിലായി. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോ ഞാൻ ജസ്റ്റ് ഈ ബോഡിക്കകത്ത് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ ഓക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ വരുന്നതും ആ ഒരു നമ്പർ അവിടെ വരുന്നത് രണ്ടും ഒരുമിച്ചാ. അത് അത്ര ഐ മീൻ ലൈക്ക് വളരെ കുറച്ച് കോഡായതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറ്റാത്തത്. ഐ മീൻ ലൈക്ക് ആ ഒരു കാര്യം കത്തിയോ, അതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അപ്പോ ലൈക്ക് ഇതിനകത്ത് 2-3 സ്ക്രിപ്റ്റ് ലോഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്, അതിലോട്ട് നമ്മൾ ഇനി വരും. അപ്പൊ അത് ബേസ് ചെയ്ത് ജാവാ സ്ക്രിപ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ ചില നേരത്ത് ഈ ഒരു സാധനം വൃത്തിക്ക് ഇത് സ്ക്രീനിൽ വരത്തില്ല. ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്താണെന്ന് മനസ്സിലായ എന്നുവെച്ചാൽ ആ പേജ് ലോഡ് ആവുന്ന എപ്പോഴാണോ പാരലലി തന്നെ ആ ഒരു സാധനം കൂടെ ലോഡ് ആവും. ഐ മീൻ ജാവാ സ്ക്രിപ്റ്റ് റൺ ആവും. അതാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പൈലറിന്റെ കൂടെ നേരത്തെ പറഞ്ഞ ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ. ഇതിനകത്ത് അപ്പോ ജാവാ സ്ക്രിപ്റ്റിനകത്തുള്ള ഓരോ ലൈനും ടോപ്പ് ടു ബോട്ടം ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? എന്നുവെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. ഇനിഷ്യലി ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കമ്പൈലർ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയ പ്രോഗ്രാമിനെ ആദ്യം മൊത്തത്തിൽ കമ്പൈൽ ചെയ്ത് വേറൊരു രീതിയിലാണ്, അതാണ് ബൈറ്റ് കോഡ്. എന്നിട്ട് അതിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് മെഷീൻ കോഡ് ആക്കും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നുവെച്ചാൽ കമ്പൈലർ ഞാൻ ആദ്യം എഴുതിയ സി പ്രോഗ്രാം ആയിക്കോട്ടെ, കമ്പൈൽഡ് ലാംഗ്വേജസും ഇന്റർപ്രറ്റർ ലാംഗ്വേജസും രണ്ടാണ്. അതിനകത്ത് തന്നെ കാറ്റഗറൈസേഷനിൽ കുറേയധികം ലാംഗ്വേജ് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സി പ്രോഗ്രാമിന്റെ കേസിനകത്ത് ഞാൻ എഴുതിയ സി പ്രോഗ്രാമിനെ ഞാൻ ആദ്യം GCC പ്രോഗ്രാം നെയിം കൊടുക്കുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അവിടെ ശരിക്കും സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഫയൽ ജനറേറ്റ് ആവും, നമുക്ക് ഡിലീറ്റ് ആക്കാം. എന്റെ ഇപ്പൊ പ്രോഗ്രാമിന്റെ കോഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് GCC രജിസ്റ്റർ കൊടുക്കുമ്പോൾ അവിടെ ഔട്ട് വന്നേണ്ട. ഇതെന്ന് പറയുന്നത് ഞാൻ GCC കമ്പൈലർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ബൈറ്റ് കോഡാണ്. എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്ററി കോഡ്, എന്റെ കോഡും അല്ല, എന്നാൽ ഒട്ടും മെഷീൻ ലാംഗ്വേജും അല്ല, ഇന്റർമീഡിയറ്ററി കോഡാണ്. ഇതെന്ന് പറയുന്നത് മൊത്തത്തിൽ കമ്പൈൽ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇതിന്റെ ബാക്കി എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ./adout കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് അതിനകത്തുള്ള കോഡെല്ലാം ഇന്റർപ്രറ്റർ വന്നിട്ട് ലൈൻ ബൈ ലൈന് വെരിഫൈ ചെയ്തിട്ട് അതിനെ മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് അതാണ് ഈ റൺ ആയത്. സോ ഇതാണ് കമ്പൈലർ. സോ ഇതാണ് സീന്റെ കേസ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇൻ കമ്പൈൽഡ് ആണ്. ഈ പേജ് ലോഡ് ആകുമ്പോൾ തന്നെ അത് പാരലി എക്സിക്യൂട്ട് ആവും, കമ്പൈൽ ആവും. ഓക്കെ, സോ അടുത്തതെന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഫോർ വെബ്സൈറ്റ് ആണ്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിപ്പോ ഈ സ്ക്രിപ്റ്റ് ടാഗ് വെച്ചോണ്ടാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റത്തില്ല. കൈൻഡ് ഓഫ് ലൈക്ക് നമ്മൾ എഴുതിയ HTML പുറത്ത്, ഐ മീൻ ലൈക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഒരു HTML ഉണ്ട്. ഇതിനകത്ത് ഈ സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെനു തുറന്നു തരണം, ഇത് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ചെയ്യണം. അങ്ങനത്തെ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്ത്, ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാവാസ്ക്രിപ്റ്റ് ആദ്യകാലങ്ങളിൽ ബ്രൗസറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രൗസറിന്റെ കൂടെ വന്നൊരു സാധനമായിരുന്നു. പിന്നത്തെ കേസിൽ അത് ബ്രൗസർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴാണ് Node.js അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഇതാ കണ്ട, ഐ മീൻ ലൈക്ക് ഇതിനകത്ത് ആദ്യം ബ്രൗസർ എൻവയോൺമെന്റിൽ മാത്രമേ വർക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് Node.js ഇങ്ങനത്തെ സാധനങ്ങളോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലെയറിന്റെ സാധനം കണ്ട. ഇതിപ്പോ കേക്കിന്റെ ലെയർ ആക്കിയേക്കുന്നേ ഉള്ളൂ. ആദ്യം HTML എഴുതി, പിന്നെ CSS എഴുതി, അതിന്റെ ജാവാസ്ക്രിപ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ സാധനം കളറായി.